സാറ് ഇപ്പം 90 വയസ്സായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 90ലേക്ക് കയറുന്നു. അതെ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ബയോളജിക്കൽ ഏജ് എനിക്ക് തോന്നുന്നു ഒരു 45-50 താഴെ ഉണ്ടാവുള്ളൂ. സാറും പറഞ്ഞ അനുസരിച്ച് 50 താഴെയാണ് ബയോളജിക്കൽ ഏജ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 90 വയസ്സായ ഒരു സാറ് ഈ 50 വയസ്സായിട്ട് ബയോളജിക്കൽ ഏജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ അതുപോലെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സീക്രട്സ് അല്ലെങ്കിൽ ചില ടിപ്സ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒന്ന്, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല സാധന മാർഗങ്ങൾ പഠിച്ചു. അത് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു മുടക്കവും വരാതെ ഒന്ന് കൃത്യസമയത്ത് എഴുന്നേൽക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിന് ഞാൻ ഒറ്റയാണെങ്കിലും എനിക്കൊരു ടൈം ടേബിളുണ്ട്. അത് കൃത്യമാണ്. അപ്പോൾ ഒന്ന്, ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഒരു 3:30 ഞാൻ എഴുന്നേൽക്കും. 3:30 എഴുന്നേറ്റ് പ്രാഥമിക ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയിലേക്ക് കയറും. യോഗ. എൻ്റെ ഈ ശരീരത്തെ രോഗവിമുക്തമാക്കി വെക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. അത് വേറെ ആർക്കും തരാൻ പറ്റില്ല, മരുന്നിന് തരാൻ പറ്റില്ല. അതിന് ഞാൻ എൻ്റെ ഈ ശരീരത്തിൻ്റെ അന്തരാവയവങ്ങൾ ഉൾപ്പെടെ സർവ്വനാഡി ഞരമ്പുകൾക്കും പേശികോശങ്ങൾക്കും ഞാൻ ചലനം കൊടുക്കും കൃത്യമായിട്ട്. അതിനൊക്കെ ശേഷം എനിക്ക് ഏറ്റവും പവർ ഞാൻ സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അതിൻ്റെ ഉദയവും അസ്തമയവും ഞാൻ ശരിക്കും അതിൽ നിന്ന് കിട്ടാവുന്നത് എടുക്കും. അതൊരു മെഡിറ്റേഷനാണ്. നമ്മൾ പതുക്കെ ഈ വൃദ്ധകാലത്ത് എത്തുന്നവരെ, അതുവരെ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല, എന്തെങ്കിലും ചതുരത്തിനകത്ത് കിടക്കുക. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം. എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം? എന്താണ് ആത്മീയത? അത് ഒരു മതത്തിനുള്ളിൽ ഒതുക്കേണ്ടതാണോ? നമ്മളെല്ലാം ഒരു ശക്തി ചൈതന്യത്തിൽ നിന്നുണ്ടായവരാണ്, ഒരേ ശക്തി ചൈതന്യത്തിൽ നിലനിൽക്കുന്നവരുമാണ് എന്നൊരു അവബോധം നമുക്കുണ്ടാകുമ്പോൾ ഇവിടെ ഒരു ജീവിയെയും ഒരു ഉറുമ്പിനെ പോലും നമുക്ക് വേദനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രകൃതി മുഴുവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. വെറുതെ ബോധ്യപ്പെടുകയല്ല, അതെല്ലാം നമുക്ക് കാണാൻ. ഒരു പാമ്പ് പോലും നമ്മളെ കടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അവരെ സ്നേഹിക്കുന്ന ആളാണ് ഇയാൾ എന്ന് ബോധ്യപ്പെടുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ ആകെ ഒരു മാറ്റം വരട്ടണം. ഞാൻ 3:30 എഴുന്നേൽക്കും. 4 തൊട്ട് ഞാൻ സാധന ചെയ്യും, യോഗ ഉൾപ്പെടെ. ഈ ശരീരത്തിന് ചലനം കൊടുക്കും. എനിക്ക് നടപ്പുണ്ട്. നടക്കുന്നതിൻ്റെ റോഡിലൊന്നും പോകണ്ട, ഈ മുകളിലങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാൽ മതി. നടപ്പുണ്ട്. പിന്നെ എൻ്റെ ആഹാര രീതികൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുട്ട, ഇറച്ചി, മീൻ എല്ലാം വിട്ടു. ശവം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിൽ നിന്നൊന്ന് പോകുമായിരുന്നു, അല്ലാതെ ആരുടെയും നിർദ്ദേശം കൊണ്ടൊന്നും അത് പോയി. ഇതൊന്നും എനിക്കില്ല. ഈ പ്രകൃതിയിലുണ്ട് നമുക്ക് വേണ്ട ആഹാരം എല്ലാം അതിനെ ഉപയോഗിക്കണം. കൃത്രിമമായിട്ടുള്ള നിവൃത്തിയുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയും. കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ ഈ പ്രകൃതിയിലുള്ള മാത്രം ഭക്ഷണം അടിച്ചിരിക്കണം. 2, 4 നേരം 5 നേരം ഒന്നും വാരി വലിച്ച് കഴിക്കരുത്. കാരണം ആശുപത്രിയിൽ പോകാൻ ഇടവരരുത്. മരുന്നിന് അടിമയാകാതെ മരണം വരെ പോകണം. മരിക്കുന്ന നിമിഷവും നമ്മൾ വിചാരിക്കുന്നതോടെ നമുക്ക് മരിക്കാൻ സാധിക്കും. ഞാൻ 10 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ. ഇതിൽ ഒന്നും അവസാനത്തേതും പറയാം. ഒന്ന്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു മോഡലാകണം. എൻ്റെ ജീവിതം, മഹാത്മാഗാന്ധി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതാണ് പ്രധാനം. എൻ്റെ ഈ വൃദ്ധകാലം എന്നെ കാണുന്നവർക്ക് അതൊരു മാതൃകയായിരിക്കണം. ഞാൻ പ്രസംഗിക്കണ്ട, അതൊരു പ്രധാനം. അപ്പോൾ എനിക്ക് രോഗം വരാനുള്ള അവസ്ഥ സൂക്ഷിക്കേണ്ടത് ഞാനാണ്. അതൊന്ന് ആഹാരത്തിൽ. 2, രീതിയുള്ള ചില റൂട്ടീൻ ഉണ്ട്. നമുക്ക് വേണ്ട ശരീരത്തിനുണ്ട് വ്യായാമം എടുക്കണം. പിന്നെ പ്രകൃതി തരുന്ന ആഹാരം കഴിക്കണം. അത് പറയും, ഏകഭുക്തം മഹായോഗി എന്ന് പറയുന്നൊരിതുണ്ട്. ഒരു ആഹാരം മാത്രമേ കഴിക്കുള്ളൂ ശരിക്കും ഔന്നത്യത്തിൽ ആത്മീയതയിലെത്തിയ ആളുകൾ. 2 ആഹാരം ധാരാളം. വൃദ്ധകാലമാണ് 2 നേരം മതി. അത് എപ്പോഴെങ്കിലും പാടില്ല. ഒന്ന് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം. അതായത് ഇൻ ബിറ്റ്വീൻ ഒരു ചുരുങ്ങിയത് 5-8 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലത്. 4 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്